ഇതാണ് തൃശ്ശൂർക്കാരുടെ മാരത്തോൺ. പണ്ടുള്ള കാരണവന്മാരോട് ചോദിച്ചറിയാം ഇതിൻ്റെ പ്രത്യേകത. ഈ സംഭവം ബീഫിൻ്റെ നെഞ്ഞടിയുടെ ഭാഗമാണ്. നെഞ്ഞടിയുടെ അവിടുത്തെ എല്ലും ചെറിയ കനമുള്ള എല്ലുള്ളൂ. അതിങ്ങനെ കരിമുരാന്ന് കടിച്ച് തിന്നാൻ പറ്റും. മറ്റേ എല്ലല്ല, മറ്റേ കാലിൻ്റെയും കൈൻ്റെ അവിടത്തൊക്കെ എല്ലുണ്ടാവും. അത് വെട്ടിയിട്ട് എല്ലും കപ്പിയും കൂടിയിട്ട് കഴിക്കണ പരിപാടി ഉണ്ട്. അതും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഈ സംഭവം നെഞ്ഞടിയുടെ അവിടുത്തെ എല്ല്, മറ്റേ എല്ല് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും, വലിയ പൈസ ഒന്നും കൊടുക്കണ്ട. അതവിടെ എല്ലുമെന്ന് മാംസം വേർപ്പെടുത്തിയിട്ട് അവിടെ സെപ്പറേറ്റ് ഇട്ടുണ്ടാവും. അതിന് വലിയ പൈസ കൊടുക്കണ്ട. ഇതിന് പൈസ കൊടുക്കണം. 350 രൂപ കിലോന് കൊടുക്കണം. 450 രൂപ നമ്മൾ ബീഫിന് കൊടുക്കുമ്പോൾ ഈ സാധനം, ഈ നെഞ്ഞടിയുടെ അവിടുത്തെ ഈ എല്ലും ഈ മാംസം കൂടിയിട്ടുള്ള ഇതിന് 350 രൂപ അടുത്ത് കൊടുക്കണം. ഈ സംഭവം തട്ടുകടയിലും കിട്ടില്ല, എവിടെയും കിട്ടില്ല. നമ്മൾ തന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി തിന്നണം. ഇതിൽ കൊള്ളിയാണ് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ. കൊള്ളി ഇടുക, ബാക്കി ഉപ്പും മുളകും സാധനങ്ങളൊക്കെ ഇടുക, മസാലയൊക്കെ ഇടുക, വിരകിടുക. അതിൻ്റെ ആ മാംസത്തിൻ്റെ എന്താ പറയുക, ആ എല്ലുമെന്ന് അതിൻ്റെ സത്തയിലേക്ക് ഇറങ്ങിയിട്ട് ആ നെയ്യും എല്ലാം കൂടിയുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കഴിച്ച് ഒരു പ്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ മാരത്തോൺ ഓടി വിജയിക്കാം എന്നാണ് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞിരുന്നത്. അതാണ് ഇതിനെ നമ്മൾ മാരത്തോൺ എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സാധനം എവിടെയും കാണാനില്ല. എവിടെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം പറയാം. അത്രയും നല്ല സാധനമാണ്. അല്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്ക്. നെഞ്ഞടിയുടെ അവിടുത്തെ എല്ല് തരാൻ പറയാം കഴിക്കും.